TS ഉല്ലാസ് ബാബു. അധ്യാപകരെ അപമാനിക്കുക, അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് മത്സരിക്കാൻ പോലും, നോമിനേഷൻ കൊടുക്കാൻ പോലും അവകാശം നിഷേധിക്കുക, അക്രമം അഴിച്ചുവിടുക, ഏതെങ്കിലും വഴിയിലൂടെ ജോലിയിലേക്ക് മറ്റ് തലങ്ങളിലേക്കൊക്കെ പിൻവാതിൽ വഴി കടന്നു കയറുക, പോലീസിൻ്റെ പണി ചെയ്യുക, ഗുണ്ടകളുടെ പണി ചെയ്യുക. ഈ SFIയും DYFIയും ഒക്കെ എന്ത് മാതൃകയാണ്? അല്ല, നിങ്ങളിപ്പോൾ ആ ചോദിച്ചതിൽ തന്നെ ഒരു തെറ്റുണ്ടല്ലോ. കാരണം എന്ത് മാതൃകയാണ് എന്ന് ചോദിക്കല്ല. ഈ തെമ്മാടിപ്പിള്ളേർ പണ്ടും മാതൃകയല്ലല്ലോ കേരളത്തിനകത്ത്. ഇവരുടെ പരിപാടി എന്താണ്? ചോറ്റുപാത്രം ബാഗിലും വെച്ച് നേരെ സ്കൂളിലേക്ക് വരിക, അത് സ്കൂളിലേക്കും കോളേജിലേക്കും വരിക, അത് അവിടെ വെച്ച് തെരുവിൽ ഇറങ്ങുക, തെണ്ടിത്തരങ്ങൾ കാണിക്കുക എന്ന് പറയപ്പെടുന്നത് ആപ്തവാക്യമായിട്ടും അത് ജീവിതചര്യയായിട്ട് കൊണ്ടു നടക്കുന്ന വിഭാഗമാണല്ലോ. ഇവരെ വിദ്യാർത്ഥികളൊന്നും വിളിക്കാൻ പറ്റില്ല. അതായത് അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ വളരാത്തത് കൊണ്ടാണോ അതോ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ലെവലേശം പോലും യാതൊരുവിധ തരത്തിലുള്ള സാംസ്കാരിക മൂല്യമോ മര്യാദയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ തരത്തിലുള്ള മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കാത്തൊരു വിഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പൂർവ്വചരിത്രം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവർ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും അധ്യാപകരുടെ കസാര കത്തിക്കലായിക്കോട്ടെ, അധ്യാപകരെ ശവക്കുഴി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവക്കല്ലറ ഒരുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അധ്യാപകരോട് അനാവശ്യം പറയുന്ന വിഷയമായിക്കോട്ടെ, നിരവധി പ്രധാന അധ്യാപകന്മാർ ഇവരുടെ പ്രവർത്തികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ ആയുധം എന്ന് പറയപ്പെടുന്നത് ABVP വിദ്യാർത്ഥികളുടെ അടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനോപാധി അല്ലെങ്കിൽ പഠനോപകരണം എന്ന് പറയപ്പെടുന്നത് പുസ്തകവും പേനയും അതുപോലെ തന്നെ ബാഗും ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ഇവന്മാരുടെ പഠനോപകരണം എന്ന് പറയപ്പെടുന്നത് എന്താണ്? കോളേജ് ക്യാമ്പസിലേക്ക് വരുമ്പോൾ വടിവാളും വെട്ടോത്തിയും ചങ്ങലയും ബോംബും കൊണ്ടുവന്നിട്ട് ആ പ്രവൃത്തി മുഴുവൻ കാണിക്കുമ്പോൾ അതിനെ സംരക്ഷിച്ചിരുന്ന വ്യക്തിയാണല്ലോ ഒന്നാന്തരം ഗുണ്ടാ സ്വഭാവം നടത്തുന്ന കേരളത്തിലെ മന്ത്രിയാണെന്ന ബോധ്യം പോലും ഇല്ലാത്ത ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ. എന്താണ് ഇവിടുത്തെ ഈ വിഷയത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ? അത് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. എന്താണ് ശിവൻകുട്ടിക്ക് ഇതിൽ ഇത്ര വലിയ ആഭാസത്തരം കാണിക്കുന്ന വ്യക്തിക്ക് എത്ര വലിയ വിഷമമുള്ളത്? എന്താ ശിവൻകുട്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും നടന്നു പോകുന്നതും. ഗതികേട് കൊണ്ടാണല്ലോ കേരളം ആ വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രിയായി അംഗീകരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കേണ്ടി വരുന്നതുകൊണ്ട്, അല്ലാണ്ട് അറിവും വിവരവും പ്രാപ്തിയും ഒന്നും ഉള്ളത് കൊണ്ടൊന്നും അല്ലല്ലോ. കേരളത്തിൽ ഭാരതാംബയെ വെച്ച പടം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഭാരതാംബ എന്നൊന്ന് ഈ മിടുക്കിനോടൊന്ന് എഴുതാൻ പറഞ്ഞു നോക്കിയ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോട് 4 ദിവസം എടുത്താലും ആ പൊന്നുമോനെ അത് എഴുതാൻ പറ്റൂല. 2, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിയമസഭയിലെ ആഭാസതരം കാണിച്ച് വള്ളിനിക്കർ കേരളത്തിനും സമൂഹത്തിനും കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ പ്രമുഖ ഗുണ്ട, ആ ഗുണ്ടയെ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടുള്ള മറ്റു ഗുണ്ടാ പിള്ളേർ. ഇതാണല്ലോ അതിൻ്റെ കാര്യം. ഇത് കുറേ ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട്. 9 കൊല്ലമായിട്ട് ഈ റോഡിൽ തേണ്ടി നടന്ന് ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ ഇവർക്ക് അവസരം കിട്ടിയിട്ടില്ല. കാരണം ഇവരുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് മുഴുവൻ ജയ് വിളിക്കേണ്ടുള്ളത് കൊണ്ട്, അതിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ ചുരുക്ക് തീർക്കാൻ ABVPയുടെ കുട്ടികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അഭ്യാസം കളിക്കാം എന്നിവർ കരുതിയെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാനും അവർക്ക് വേണ്ട നീതിന്യായ വ്യവസ്ഥയിൽ കിട്ടേണ്ട കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനും ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളും ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ ആളുകളുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആ കാസർകോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് യാത്ര നടന്നല്ലോ. 21 മരവാഴകൾ കേരളത്തിലെ വണ്ടിയിൽ കയറിയിരുന്ന് ഏറ്റവും കൂടുതൽ പരാതി മേടിക്കുന്നതാണ് കേരളത്തിലെ മന്ത്രിസഭയുടെ വാല്യൂ എന്ന് പറഞ്ഞ് യാത്ര ചെയ്തല്ലോ. അന്ന് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും അടക്കമുള്ള ആളുകൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സമയത്ത് ഇവരൊരു പരിപാടി പോലീസും ഇവരുടെ ഗുണ്ടകളും കൂടി ചെയ്തു. അത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ രക്ഷാപ്രവർത്തനം എന്നാണല്ലോ വ്യാഖ്യാനിച്ചത്. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം യൂത്ത് കോൺഗ്രസ്സുകാരോട് ചെയ്ത സമയത്ത് അതും മേടിച്ച് വെച്ച് വീട്ടിൽ പോയ ശൈലി ആയിരിക്കില്ല ABVP കുട്ടികളോട് ഇവർ ചെയ്താൽ. അത് തിരിച്ച് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി തന്നെ ജനാധിപത്യ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ മുന്നിൽ നിർത്തി വിദ്യാർത്ഥികളെ മുന്നിൽ നിന്ന് കൃത്യമായി തന്നെ ഈ ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ നേരിടാൻ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ, യഥാർത്ഥ വിദ്യാർത്ഥികൾ തയ്യാറാകും. ഇതേപോലെയുള്ള ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കണം ശ്രീകൃഷ്ണ. എന്താണെന്നറിയാമോ? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ദുരന്തം ഏറ്റെടുത്തതിന് ശേഷം
ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു കഴിവും പരകഴിവും ഇല്ലാത്ത ബിന്ദു മിനിസ്റ്റർ ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ 9 വർഷമായിട്ട് വിദ്യാർത്ഥികളുടെ ഇന്ത്യ വിട്ടുപോക്ക്, കേരളം വിട്ടുപോക്ക് നിങ്ങളൊന്ന് കണക്കെടുത്ത് പരിശോധിക്കണം. നട്ടല്ലും ചങ്കൂറ്റും ഉണ്ടെങ്കിൽ കേരളത്തിലെ സർക്കാർ പുറത്തുവിടട്ടെ ആ കണക്ക്. ഇവർ അതിന് കൈയടിച്ച് വിമാന ടിക്കറ്റും കയറ്റി വിടുകയല്ല കേരള സർക്കാർ ചെയ്യേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറം രാജ്യത്തേക്കും പുറം സംസ്ഥാനങ്ങളിലേക്കും പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പഠിക്കാൻ പറ്റാത്ത രീതിയിൽ മലീമസമായിരിക്കുന്നു എന്ന ബോധ്യം ആ കുട്ടികൾക്കും അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ മലീമസമാകുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ക്യാമ്പസുകളിൽ ഈ SFI എന്ന് പറയപ്പെടുന്ന വിഭാഗം ഗുണ്ടകളുടെ വിളയാട്ടങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് സംരക്ഷണ വലയം തീർക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ അധ്യാപക സംഘടന അടക്കമുള്ള അധ്യാപകരാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുന്നു. അവിടെ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്നു. അവർ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിനപ്പുറത്തേക്കും ഇന്ത്യക്കപ്പുറത്തേക്കും പോകേണ്ട ഒരു ഗതികേട് അവസ്ഥയുണ്ടായിരുന്നു. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയത് ഈ വിഭാഗം ഗുണ്ടകളാണ്. ഈ ഗുണ്ടകളുടെ വിളയാട്ടം ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുക. അവിടെ പോലീസുകാരുണ്ടായിരുന്നല്ലോ. ഇന്നലെ കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയും ഈ അഷറഫ് എന്ന് പറയപ്പെടുന്ന ഒരു പോലീസുകാരൻ്റെ സർവ്വസമ്മതത്തോടുകൂടി CIയും SIയും ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഈ ഇടതുപക്ഷ ഗുണ്ടകളുടെ വിളയാട്ടം നടന്നു. ആ SFIയുടെ ഗുണ്ടാ വിളയാട്ടത്തിന് വേണ്ടി നിർത്തിക്കൊടുക്കുകയാണ് അഷറഫ് എന്ന് പറയപ്പെടുന്ന ACPയുടെ നേതൃത്വത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രവൃത്തി അവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരത്തിൽ മറ്റൊരു പ്രവൃത്തി നടക്കുമ്പോൾ പോലീസ് എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ അച്ചുകൂട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ശമ്പളമല്ല അവർക്ക് കൊടുക്കുന്നത്. എൻ്റെയും കൃഷ്ണരാജിൻ്റെയും അതേപോലെ തന്നെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും നികുതി പണത്തിൻ്റെ വിഹിതമാണ് ശമ്പളം കൊടുക്കുന്നത്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്കുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കെ അവർ കണ്ണടയ്ക്കുന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരോട് അവർക്ക് നീതി കാണിക്കാൻ വേണ്ടിയാണ് ഈ നീതികേടിന് അവർ കൂട്ടുനിൽക്കുന്നത് എന്നും കൂടി പൊതുജനം ചർച്ച ചെയ്യേണ്ട ഒരു വലിയൊരു സമയമാണിത്. ഇവിടെ ആ ചെയ്തത് പരിപൂർണമായിട്ട് എന്ത് ചവിട്ടാണ് ചവിട്ടുന്നത്? എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? എന്ത് തെറ്റാണ് ആ വിദ്യാർത്ഥി നേതാവ് ചെയ്തത്? ഏതെങ്കിലും തരത്തിലുള്ള മോശകരമായ പ്രവൃത്തി അദ്ദേഹം ചെയ്തോ? ഏതെങ്കിലും തരത്തിൽ നാട് അംഗീകരിക്കാത്ത വിഷയത്തിൽ അദ്ദേഹം ഏർപ്പെട്ടോ? ഏതെങ്കിലും തരത്തിൽ നിയമത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം കൂട്ടുനിന്നോ? നിങ്ങൾ ചോദിക്കണം. ഈ കാര്യത്തിലൊന്നും ഇല്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കടവയറ്റിലേക്ക് തല്ലുന്നു. അത് പിടിച്ചു മാറ്റാനായി ഈശ്വർ പ്രസാദ് ചെല്ലുന്നു. വളരെ ക്രൂരമായി ഒറ്റയ്ക്ക്. അതിൽ എന്ത് അന്തസ്സാണെന്ന് ഇനി മനസ്സിലാവുന്നില്ല. ഒരു ചെറുപ്പക്കാരനെ 10-12 പേർ ചേർന്ന് വളഞ്ഞിട്ട് അടിക്കുന്നു, തല്ലുന്നു, ചവിട്ടുന്നു, വീണ് കിടക്കുന്നിടത്ത് വീണ്ടും ചവിട്ടുന്നു. അല്ല, ശിവൻകുട്ടിയുടെ ഗുണ്ടാപ്പടയിൽ നിന്ന് ഇതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ശിവൻകുട്ടിയും അത് തന്നെയായിരുന്നല്ലോ. അതൊന്ന് നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കേരളത്തിലെ നിയമസഭയിൽ ഇപ്പൊ ശിവൻകുട്ടി ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത് ശ്രീ കൃഷ്ണരാജ്. ആ ഭരണഘടനയിൽ എവിടെയാണ് സർ ഈ നിയമസഭയിൽ വള്ളി ടൗസ് റൂട്ട് വേഷം കെട്ട് കാണിച്ചുകൊണ്ട് ഡൈസിൽ കയറി തെമ്മാടിത്തരം കാണിക്കാമെന്ന് എഴുതി വെച്ചിട്ടുള്ളതെന്ന് ശിവൻകുട്ടിയോട് ആരോടെങ്കിലും ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വലിയ ഗുണ്ട കേരളം ഭരിക്കുമ്പോൾ ചെറിയ ഗുണ്ടകൾ കേരളത്തിലെ തെരുവീതികൾ വിളയാടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി കുറവല്ല പോലീസിന്. പക്ഷെ പോലീസ് അവിടെ കണ്ണടയ്ക്കുന്നത് നിയമവാഴ്ച ഭംഗിയായി നടപ്പിലാക്കേണ്ട വ്യക്തികൾ, നീതിന്യായ വ്യവസ്ഥ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട വ്യക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചാരം വാങ്ങികളായി, അടുക്കള നിരങ്ങികളായി മാറുന്നു എന്ന വലിയൊരു സാഹചര്യം കേരളം കാണുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ പ്രതിപക്ഷം, അങ്ങനെ ഒരു പക്ഷം ഇവിടെ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം എന്ത് മോശത്തരം പോലീസിൻ്റെ ഭാഗത്തുണ്ടായാലും, എന്തൊക്കെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പരാജയപ്പെട്ടാലും ഒരു പ്രയാസമില്ല, പിണറായി നിങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഇവർ കാണിക്കുന്ന ഈ മോശത്തരങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള എല്ലാ പിന്തുണയും പ്രതിപക്ഷം കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടത്, പോലീസ് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അവന് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഒരു സംശയവുമില്ലാതെ പോലീസ് നിയമവാഴ്ച നടപ്പിലാക്കി നീതിന്യായ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി കൊണ്ടുവന്ന് അവന് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പഴയ BVP പ്രവർത്തകർ കൃത്യമായി ഞങ്ങളും തെരുവിലിറങ്ങും.